ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ഖത്തറിൽ 3 തവണയോളം നമ്മളുടെ എല്ലാവരുടെയും മൊബൈലിൽ എമർജൻസി അലേർട്ട് മെസ്സേജ് വന്നിരിക്കുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതങ്ങനെയല്ല. ഇന്നും MOE നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ ഇന്ന് നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വാണിംഗ് മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കാമായിരിക്കുക. വിൻഡോസ്, ഗ്ലാസ് ഡോർസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി സേഫായിട്ടുള്ള പ്ലേസിൽ നിങ്ങളായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലാറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണിക്കാതിരിക്കുക. നമ്മുടെ ഫ്ലാറ്റിനുള്ളിലെയും ബിൽഡിങ്ങിനുള്ളിലെയും ഉള്ള എമർജൻസി എക്സിറ്റ് പോയിന്റ് എവിടെയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റോ ബിൽഡിങ്ങോ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ദയവായി ലിഫ്റ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക, സ്റ്റെയർ കേസുകൾ ഉപയോഗിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. വാണി മെസ്സേജസ് വരുമ്പോൾ നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ബിൽഡിങ്ങിനുള്ളിൽ നിങ്ങൾ കയറാൻ ശ്രദ്ധിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോ ബാഗ് തയ്യാറാക്കി വയ്ക്കുക എന്നത്. ഗോ ബാഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കരുതേണ്ടത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം കരുതി വയ്ക്കണം. കുറച്ച് 2 ജോഡി ഡ്രസ്സ്, കേടായി പോകില്ല എന്ന് ഉറപ്പ് വരുന്ന നീണ്ട എക്സ്പയറി ഡേറ്റ് ഉള്ള കുറച്ച് സാധനങ്ങൾ. ഞാനിവിടെ എമർജൻസി വാർണിംഗ് അലേർട്ട് മെസ്സേജ് വരുമ്പോൾ ഞാൻ വീട്ടിനുള്ളിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തും പറയാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ മെയിൻ സ്വിച്ച് ടേൺ ഓഫ് ചെയ്ത് വയ്ക്കുക. പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം വീണ്ടും വീണ്ടും പാലിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട കാരണം നമുക്കറിയുന്നവർക്കോ ഇതിലെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രോആക്റ്റീവായിരിക്കുക. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഏതൊരു സാഹചര്യങ്ങളും ഭയപ്പെടാനുള്ളതല്ല, അലേർട്ടായിരിക്കേണ്ടതാണ്. ബി സേഫ്, be alert. Thank you.